Hello everyone. So we are here to discuss about the solution of the undergraduate common entrance examination for design or UC 2022 paper ആണ് ചെയ്യുന്നത്. Moving on to first question. So ഇതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് NAT ക്വസ്റ്റൻ ആണ്. ഇതിൽ അവർ ചോദിച്ചിട്ടുള്ളത് ഒരു സോളിഡ് സ്ക്വയർ pyramid has triangular cutouts that pass through and through as shown the figure. How many surfaces are there in the resultant solid എന്നാണ്. So if you look at it, ഇതിൽ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തന്നിട്ടുള്ള ക്വസ്റ്റനിൽ തന്നിട്ടുള്ള രണ്ട് ഫിഗേഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് ഓർ ദേ ഹാവ് ദെയർ ഓൺ ഇൻഡിവിജ്വാലിറ്റി. അതായത് ഇറ്റ്സ് നോട്ട് എ കോമൺ സൈഡ്. അപ്പോൾ നിങ്ങൾ പോസിബിളി മനസ്സിൽ ഇമാജിൻ ചെയ്യേണ്ടത് ഒരു ഇന്റർപെനിട്രേറ്റ് ചെയ്തിട്ടുള്ള ട്രയാങ്കുലർ സർഫസ് പോകുന്ന ഒരു സ്ക്വയർ പിരമിഡ് ആയിട്ടാണ് നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ പോസിബിളി ഐ ഹോപ്പ് ദ ഇമേജ് ദാറ്റ് ഹാസ് കം ടു യുവർ മൈൻഡ് ഇസ് ദിസ് വൺ അല്ലേ. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇങ്ങനെ അതിന് കോമൺ ആയിട്ടുള്ള ഒരു ബേസ് വരുന്നുണ്ട്. നമ്മൾ സർഫസിൽ കണ്ടിട്ടുള്ള ട്രയാങ്കുലർ സർഫസ് വരുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റീവ് സൈസ് വരുന്നുണ്ട്. നിങ്ങളൊരു സ്ക്വയർ പിരമിഡ് അലോൺ ആണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് 5 സർഫസസ് ഉള്ളതായിട്ട് അറിയാം അല്ലേ. അതിൻ്റെ 4 സൈഡ്സ് പ്ലസ് അറ്റ് ദ ബേസ് അറ്റ് വിച്ച് ഇറ്റ് റെസ്റ്റ്. സോ അഡീഷണലി ഇവിടെ വരുന്നത് ദാറ്റ് മേക്സ് ഇറ്റ് വാട്ട് യു സേ ടോട്ടലി 3 എണ്ണം എല്ലാ സൈഡ്സിലും കൂടെ വരും, പിന്നെ ഒരു കോമൺ ബേസും വരും. അപ്പോൾ ദാറ്റ് മേക്സ് ഇറ്റ് എ ടോട്ടൽ ഓഫ് 14. So I hope it was clear. We are moving on to next question. ഇതെന്ന് പറഞ്ഞ ഒരു അനാലിറ്റിക്കൽ റീസണിങ് ക്വസ്റ്റൻ ആണ്. നിങ്ങളുടെ സൊല്യൂഷൻ മേക്കിംഗ് എബിലിറ്റി കാര്യങ്ങളൊന്ന് അളക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതിൽ ബേസിക്കലി A to B തൊട്ട് പോകുന്ന നോഡ് റിപ്പീറ്റ് ചെയ്യാതെ പോകുന്ന പാത്തിനെ പറ്റിയിട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, യു ക്യാൻ സീ ദാറ്റ് വൺ പോസിബിൾ വേ അല്ലെങ്കിൽ ഫസ്റ്റ് കോമൺ വേ എല്ലാവരും നോക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞാനതിൽ പർപ്പിൾ, റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പാർട്സ് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 വഴി പോകാം. വെൻ യു ടേക്ക് ഗോ ഓൺ ടു ദ നെക്സ്റ്റ് റോ, അതായത് തൊട്ട് താഴെയുള്ള റോയിലോട്ട് പോകാനാണെങ്കിൽ പോസിബിളി ഇങ്ങനെയും പോവാം. ഇതല്ലാതെ നമുക്ക് ഇങ്ങനെയും പോകാൻ പറ്റും. സോ ബേസിക്കലി ഈ ഒരു ഫ്രം സെക്കൻഡ് റോ ആൻഡ് സോ ഓൺ വി ഗെറ്റ് എ ഫ്യൂ couple of permutation combinations of paths. So അങ്ങനെ എത്തിയിട്ട് ഫൈനലി like if you try out everything, you will be possibly getting an answer of 32 in which no node is repeating. അവരത് പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് മേക്ക് ഷുവർ യു റീഡ് ഇറ്റ് പ്രോപ്പർലി, റൂൾസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ബിഫോർ ആൻസർ. സോ വി ആർ ഗോയിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് ലൈക്ക് ഒരു ഫോർമുല തന്നിട്ടുണ്ട് അവർ. അപ്പോൾ ലൈക്ക് ഒരു അൺഈക്വൽ ഹാഫ് ഓഫ് എ ആൽഫബറ്റ്സ് വന്നിട്ട് ലൈക്ക് ആഡ് ഓൺ വിത്ത് ഇറ്റ്സ് അതർ അൺഈക്വൽ ഹാഫ് ടു ഗെറ്റ് എ പ്രോപ്പർ വേർഡ് എന്നുള്ള ഒരു ഫോമാറ്റ് ആണ് അവർ പോയിട്ടുള്ളത്. ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, സോ ഇറ്റ് ക്യാൻ ബി ആൽഫബറ്റ്സ് അല്ലെങ്കിൽ തന്നെ കിട്ടണം എന്നില്ല, ഇറ്റ് ക്യാൻ ബി നമ്പേഴ്സ് ടു. പോസിബിളി നമ്മുടെ സൊല്യൂഷനിൽ അവർ നമ്പേഴ്സ് ആണ്. ലൈക്ക് ഇഫ് യു ആഡ് ഓൺ ഇറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് ദ ഫസ്റ്റ് വേർഡ്, കണ്ടോ, ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ദിസ് എഫ് പ്ലസ് അതിന്റെ ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഒരു ഷേപ്പ്, ഇഫ് യു ഗോ ഓൺ ഇറ്റ് യു വിൽ ഗെറ്റ് എൻ എ. സോ അങ്ങനെയാണ് റൂൾസ് വരുന്നത്. ഇപ്പോൾ ഓരോന്നിനും ഓരോ റൂൾ, പക്ഷെ സെക്കൻഡിന് സെയിം റൂൾ അല്ല. സെക്കൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ദിസ് ഹാഫ് പ്ലസ് ദ മിറർ ഇമേജ് ഓഫ് ദിസ് ഹാഫ് വിൽ ഗിവ് യു ആർ. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ അങ്ങനെയാണ് പോകുന്നത്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. അങ്ങനത്തെ ഈ റൂൾസ് ഇഫ് യു ഫോളോ ഇറ്റ്, യു വിൽ പോസിബിളി ഗെറ്റ് ഈ ഒരു 83697 എന്നുള്ളൊരു ആൻസർ വരും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇഫ് ഇറ്റ്സ് നോട്ട് ക്ലിയർ, പ്ലീസ് ലൈക്ക് mention it in the comments. Okay, we can provide a possible ഒരു നല്ല സൊല്യൂഷൻ ആയിട്ടുള്ളത്. പക്ഷേ it's left to your imagination എങ്ങനെയാ ആൻസർ വരുന്നതെന്നുള്ളത്. The next question is shown below is a bookshelf that has a kids adventure novel. That series from 9 volumes. The spinning of this books കാര്യങ്ങൾ contain treasure map കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് പോസിബിളി നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം നമുക്കതൊന്ന് റീഅറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ അറിയാൻ പറ്റും. ലൈക്ക് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് ഹൗ ഇറ്റ് എൻഡ്സ്. സോ പോസിബിളി ഇതിന്റെ ബ്രാക്കറ്റിംഗ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 7 ആണ് സ്റ്റാർട്ടിങ്ങും 3 ആണ് എൻഡിങ്ങും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ള ഓർഡർ മാത്രമാണ് മനസ്സിലാകാത്തത്. സോ പോസിബിളി ജസ്റ്റ് റീഅറേഞ്ച് ഇറ്റ് ആൻഡ് സീ. സോ ഐ ഹവ് ഡൺ ഇറ്റ് ഫോർ യു. പ്ലീസ് ലൈക്ക് ലുക്ക് ഇൻ ടു ഇറ്റ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. It starts with 7. The next one is 4. Next one is 2. Next one is 1. Next one is 9. Next one is 8. Then 6, 5 and finally 3.
സോ ഇങ്ങനെയാണ് മാപ്പ് കംപ്ലീറ്റ് ആക്കുന്നത്. സോ നിങ്ങൾ ഇറ്റ്സ് ലെഫ്റ്റ് യുവർ ഇമാജിനേഷൻ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ദ റോ 1 ഷോസ് വേർഡ്സ് വിത്തിൻ 7 partial letters. Row 2 contains the parts complete in row 1. The parts in row 2 are arranged randomly. What should be the correct sequence? അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഇതിലെ പോസിബിളി സീക്വൻസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ്. സോ ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇവരൊരു വേർഡ് തന്നിട്ടുണ്ട്. ആ വേർഡ് എന്താന്നുള്ള ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് നമ്മളൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ദ വേർഡ് ഇസ് പോസിബിളി കണ്ണിങ്. അത് എനിക്ക് ഈ കണ്ണിങ് എന്നുള്ള വാക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയതും കിട്ടിയതല്ല. ലൈക്ക് അതെങ്ങനെയായി കണ്ണിങ് എന്നുള്ള വാക്ക് കിട്ടിയെന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ വരുന്നത്. സോ സി is the first one. ഈ സി കംപ്ലീറ്റ് ചെയ്യുന്ന സെക്കൻഡ് ഹാഫ് ഏതാണ്? ദാറ്റ്സ് 5. The second letter is 7. Third is 7. Next is 2, 4, 3, 6, 1. So like ultimately you will get cunning. അതെങ്ങനെയാ കംപ്ലീറ്റ് ആയ ഹാഫ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഓർഡർ മാത്രമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. So I hope it is clear. We are just going on to next question. So shown below 3 tubes PQR with colored marbles. Each tube can hold a maximum of 5 marbles. Only 1 marble can be transferred to move. So minimum moves required to transfer the tube from P to the bottom of tube R. Okay. So ഇതിൽ അവർ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇത് അവരുടെ നമ്മുടെ ഗോൾ എന്താണ്? ഇവിടെ കിടക്കുന്ന റെഡിനെ നമുക്ക് ഇവിടെ ബോട്ടമിൽ എത്തിക്കണം. സോ ലൈക്ക് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഫസ്റ്റ് നിങ്ങൾക്ക് ഇത് മാറ്റണം അല്ലേ? ഇത് മാറ്റി കഴിഞ്ഞാൽ ദിസ് ഗോസ് ഹിയർ, ദിസ് ഗോസ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്, ദിസ് ഗോസ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ആൻഡ് യു നോ ഇതൊരു ട്യൂബിന് 5 ബോൾസ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ പോസിബിളി റെഡ് ആണ് ഇതിന്റെ ടോപ്പിൽ വരിക. ഇനി നമ്മുടെ ഗോൾ എന്താണ്? ഈ റെഡ് ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. സോ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ലൈക്ക് ഇഫ് യു ഹാവ് ടു ട്രാൻസ്ഫർ ഇറ്റ്, ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഈ R ഇങ്ങോട്ട് എം ടി ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് വൺസ് യു ട്രാൻസ്ഫർ 5 ഓഫ് ദം, നമ്പർ ഓഫ് മൂവ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ R കംപ്ലീറ്റ്ലി പിയിലോട്ട് എം ടി ചെയ്യുന്നു അല്ലെ? അപ്പൊ ലൈക്ക് വി ആർ ലെഫ്റ്റ് വിത്ത് ദ ട്യൂബ് R. എന്നിട്ട് നമുക്കറിയാം ഏർലിയർ വെൻ വി ഹാവ് ഡൺ ഈ ക്യൂ എന്ന ട്യൂബിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ റെഡ് ഉള്ളത്. ലൈക്ക് വി ഹാവ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഹിയർ. സോ പോസിബിളി നിങ്ങളുടെ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് മൂവ്സ് ഇസ് നമ്പർ 10. സോ ഇഫ് യു നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് in your mind you will just get that the minimum number of moves required is 10. I hope it's clear. We are going on to next question. So ഇതിൽ ഇവർ ചോദിച്ചിട്ടുള്ളത് how many right angle triangles are there in the image എന്നാണ്. സോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഈ ഒരു ഇതിനെ ഇമേജിനെ ഇതിന്റെ ഓരോ നോട്ട്സിനെ നമുക്ക് ABCD എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യാം. ഓക്കെ, സോ ലൈക്ക് ABCDEFGHIJK എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ നെയിം ചെയ്തു ലൈക്ക് ഓരോ നോട്ട്സിനെയും. ആൻഡ് അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ റൈറ്റ് ട്രയാങ്കിൾസിന്റെ എണ്ണം നോക്കുന്നത്, ലൈക്ക് ഹൗ മച്ച് റൈറ്റ് ട്രയാങ്കിൾസ് വരും എന്നുള്ളത്. സോ ഞാനിവിടെ ABQ, ABP, ACC എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇതെല്ലാം ഓരോ റൈറ്റ് ട്രയാങ്കിൾസ് ആണ് വരുന്നത്. സോ ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ എണ്ണം ഇസ് 18. സോ ഐ ഹോപ്പ് ദ ആൻസർ ഇസ് ക്ലിയർ, ലൈക്ക് ഹൗ യു അച്ചീവ്ഡ് ഇറ്റ് എന്നുള്ളത്. എല്ലാത്തിനെയും ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. ഇനി അടുത്തത് ദ ഗിവൻ 3D object is made by combining 3 shapes, pentagon, squares and triangles. What is the total number of squares എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതില് ഈ ഒരു പെന്റഗൺ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ടോട്ടൽ എത്ര സൈഡ്സാ വരേണ്ടതെന്ന് നമ്മൾ ഫസ്റ്റ് ആലോചിക്കാം. സോ ബേസിക്കലി ഇതിൽ എത്ര സ്ക്വയർ വരുന്നുണ്ട്? 1, 2, 3, 4 അല്ലേ? സോറി 4 അല്ല 5 ആണ് വരുന്നത്. ആൻഡ് ഓൾസോ ലൈക്ക് വെൻ യു ഇമാജിൻ ദിസ് ഷേപ്പ് യു വിൽ ഗെറ്റ് ദാറ്റ് ഇതിന് 6 സൈഡ്സ് ആണ് വരുന്നത് അല്ലെ? സോ ബേസിക്കലി 6 സൈഡുള്ള ഈ ഒരു ഫിഗറിന്റെ 5 സൈഡ് സ്ക്വയർ ആണെങ്കിൽ പോസിബിളി ഇതിൽ എത്ര സ്ക്വയർ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി വെരി സിമ്പിൾ. ഇറ്റ്സ് 6 times 5, that is 30. So I hope that's clear. We are going on to next question. ഇതിൽ അവർ ചോദിച്ചിട്ടുള്ളത് ലൈക്ക് അഗൈൻ ഇതിന് പോകുന്നതിന് മുന്നേ ലൈക്ക് നമ്മൾ പാർട്ട് എ കംപ്ലീറ്റ് ആക്കി, NAT ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി വരുന്നത് മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഷോൺ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഇസ് എ പാറ്റേൺ പ്രിന്റഡ് ബൈ repeated use of the single printing block.
which of the printing blocks is shown on the right can be used in the printing pattern എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So if you look, നമുക്ക് ഇതില് സർക്കിൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അല്ലെ. ഒരു റോ തന്നെ ഇറ്റ്സ് ലൈക്ക് if you go from left to right നോക്കിയാൽ തന്നെ 1 2 3 4 സർക്കിൾസ് ബേസിക്കലി വരുന്നുണ്ട്. ആൻഡ് ഓൾസോ സം ഓഫ് ദം ആർ ഇന്റർസെക്റ്റിംഗ് കോമൺ ആണ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സർക്കിൾ ഇസ് എ കോമൺ ഫാക്ടർ അല്ലെ. ഇതിൽ നമ്പർ ഇമ്പോർട്ടന്റ് അല്ല, ലൈക്ക് ഞാനതൊന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ പറഞ്ഞത്. ആൻഡ് ഓൾസോ ലൈക്ക് ഇഫ് യു ലുക്ക് സെക്കൻഡ് വൺ ബി നോക്കുക, ബി പോസിബിളി ഇതിൽ ബിയിൽ യൂസ് ചെയ്തിട്ടുള്ള കർവ് ലൈൻസ് വരുന്നുണ്ട് ഈ ഫിഗറിൽ, പക്ഷെ ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് ദ എക്സാക്ട് ഷേപ്പ്. അത് ആ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബി അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓൾസോ ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും സി ഈസ് ഓൾസോ പോസിബിളി ആ ഷേപ്പ് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ യു നെവർ സീ ദ സി ഷേപ്പിൽ വരുന്ന ആ ഓരോ പെറ്റൽ ഷേപ്പുള്ള സംഭവങ്ങൾ ഒരിക്കലും ഒരു സർക്കിളിന്റെ അടുത്ത് ഇൻസ്ക്രൈബ് ആയിട്ടില്ല, അതിങ്ങനെ പുറത്തോട്ടാണ് നിൽക്കുന്നത്. സോ പോസിബിളി അതും ഒരു ഷേപ്പ് അല്ല വരുന്നത്. ഇഫ് യു അതൊരു ഷേപ്പ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സർക്കിൾ വന്നാൽ മാത്രമേ ആ ഷേപ്പ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. So possibly D മാത്രമാണ് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ വരുന്നത്. So A and D are the respective shapes. I hope the answer is clear. We are going on to next question. Shown in the left socket with 4 holes in it, which of the plugs fits perfectly in the socket? ഇത് നിങ്ങളുടെ ഒരു ഓർത്തോഗ്രാഫിക് ഡ്രോയിങ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു തിങ്കിങ് എബിലിറ്റിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് എക്സ്പ്ലോറിംഗ് ആണ് ഇത് വരുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നിങ്ങൾ ഇതിന്റെ ഓർഡർ മാത്രം നോക്കിയാൽ മതി. ആ സോക്കറ്റിൽ എങ്ങനെയാണ് ഓർഡർ വരുന്നത്? The first one is a triangle, the second one is a circle, അതിന് താഴെ ഒരു സ്ക്വയർ, അതിൻ്റെ ഇപ്പുറത്തൊരു സർക്കിൾ അഗെയിൻ കമ്മിങ്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഓർഡറിൽ പോകുന്ന ഏത് രണ്ട് ഓപ്ഷൻസ് ആ ഉള്ളത്. ദോസ് ഓപ്ഷൻസ് ആർ എ ആൻഡ് ഡി. സോ അതാണ് അതിന്റെ ആൻസർ വരുന്നത്. Now we are going on to next question. Which of the given figures can be drawn without lifting a pen? The lines can cross each other but cannot overlap on top of the another. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള സൊല്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇൻ യുവർ ഗിവൻ റഫ് ഷീറ്റ് ജസ്റ്റ് ഡ്രോ ഇറ്റ്, ട്രൈ ഡ്രോയിങ് ഇറ്റ്. അല്ലെങ്കിൽ ലൈക്ക് ഇഫ് യു റഫിൽ ചെയ്യാതെ മൈൻഡിൽ തന്നെ ചെയ്യാൻ താല്പര്യമുള്ളത് ജസ്റ്റ് ട്രൈ ഡ്രോയിങ് ദീസ് ഷേപ്സ് വിത്തൗട്ട് റിപ്പീറ്റിംഗ്. സോ ലൈക്ക് ഇഫ് യു ഡു ദാറ്റ് യു വിൽ be able to draw A, B and D. At the same time C എന്ന് പറയുന്ന കോമൺ സൈഡ്സ് വരുന്നുണ്ട്. കോമൺ സൈഡ്സ് വരുന്നത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് ഇതിൽ ഏറ്റവും എളുപ്പമുള്ള സൊല്യൂഷൻ. സോ അങ്ങനത്തെ ആൻസേഴ്സ് നമ്മൾ എടുത്ത് മാറ്റുക ആദ്യം തന്നെ. ബാക്കി കോമൺ സൈഡ്സ് വരാത്ത സംഭവങ്ങൾ നമ്മൾ നോക്കുക. ഓക്കെ, സോ there comes a couple of lot of common sides in this figure and also അതെല്ലാം തന്നെ ഇന്റർസെക്റ്റും ചെയ്യുന്നുണ്ട്. രണ്ട് കോമൺ സൈഡ്സ് ഇന്റർസെക്റ്റും ആകുന്നുണ്ട്. സോ ആൻസർ സി ഇതിന്റെ സൊല്യൂഷൻ അല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വരയ്ക്കാനും പറ്റും. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. We are going on to next question. Shown below are two views of the same solid through which the cutouts shown in the options will the solid pass. അതായത് like shown below are two views of the same solid through which of the cutouts shown in the options will the solid pass. Yeah, so ഇതില് നമ്മൾ like we might have seen certain game shows ഒക്കെ കണ്ടിട്ടില്ലേ, like നമ്മുടെ say like a hole in the wall എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗെയിം ഷോ ഒക്കെ പോലെ. സോ ലൈക്ക് അതിന്റെ ഒരു പോസിബിലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ദീസ് ഗെയിംസ് ആർ ബേസിക്കലി നമ്മുടെ അനലൈസിങ് ഓഫ് ഷേപ്പ് എന്നുള്ള ഒരു പാർട്ട് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ലൈക്ക് ആ തിങ്കിങ് എബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ഇൻഡിവിജ്വൽ സൈഡ് എടുത്തിട്ട് അതിന്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് ആദ്യം നോക്കുക. അതുപോലെ തന്നെ ഇപ്പൊ 3D മാറ്റിയിട്ട് 2D ആയിട്ടുള്ള ഓരോ സൈഡ് വ്യൂസ് എങ്ങനെയാണെന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സൈഡ്സ് ട്രൈ ഇമാജിനിങ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് എ, സി ആൻഡ് ഡി ഫാൾസ് ഇൻ ടു ദിസ് ഷേപ്പ്. ലൈക്ക് ബി ഇസ് എ റോങ് വൺ. കാര്യം ബിന് എക്സ്ട്രാ ആയിട്ടുള്ള ലൈക്ക് എങ്ങനെ നോക്കിയാലും ബി ഹാവ് എ പ്രൊജക്ടിങ് റെക്ടാംഗിൾ ഷേപ്പ് ആവും, പക്ഷെ ബീന് അത് വരുന്നില്ല. ഏത് വ്യൂവിൽ എടുത്താലും ലൈക്ക് ഏത് 2D വ്യൂവിൽ എടുത്താലും ഇറ്റ് ഡസന്റ് കം. സോ the answer is A, C and D. We are going on to next question. Shown below are different forms of a step tool. Which of the forms will remain stable when a person is standing on top step? So നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ചെറിയൊരു ആപ്ലിക്കേഷൻ ഓഫ് ഫിസിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. സോ ഇതില് അവർ ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഏതാണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അല്ലെ. എയും ബിയും സിയും മീൻസ് എ ബി സി ഡി എടുത്തു കഴിഞ്ഞാൽ ഇതില് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേർട്ടിക്കൽ അല്ല, ഒരു ചെറിയൊരു
ഇൻക്ലിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ലൈക്ക് ഇറ്റ് ആഡ്സ് ഒരു ലീവർ ലെങ്ത് പോലെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് പോലെയും അത് നിൽക്കും. പോസിബിളി ഒരു കൗണ്ടർ വെയിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ആസ് ലോങ് ആസ് ബിന്റെ ഒരു ഇഷ്യൂ എന്താ വെച്ചാൽ ആ ഒരു വേർട്ടിക്കൽ സപ്പോർട്ടിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വെയിറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് ബ്രേക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. പ്രോബബ്ലി സ്ലാൻഡിങ് വൺസ് ലൈക്ക് ആഡ് എ ലിറ്റിൽ മോർ വാട്ട് ഡു യു സേ strength to it. So അതുകൊണ്ട് തന്നെ A and D are the possible solutions. Okay. So next question is, the X was used to create a pattern which is seamless. That is seamless എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാപ്പ് ഇല്ലാത്ത ഒരു ഫിഗറിനെയാണ് നമ്മൾ സീംലെസ് എന്ന് പറയുന്നത്. ലൈക്ക് ഓഫൺ വെൻ യു ആർ ഡൂയിങ് യുവർ ഫോട്ടോഷോപ്പ് റെൻഡറിങ് ഇൻ ഫ്യൂച്ചർ നമ്മൾ സീംലെസ് ടെക്സ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ലൈക്ക് സോ യു വിൽ ഗെറ്റ് എ അൺറിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ട്സ് അല്ലെങ്കിൽ ഒരു സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ലൈക്ക് വെൻ യു വിച്ച് ഓഫ് ദ ടൈൽസ് ഫ്രം ദ ഓപ്ഷൻസ് വിൽ ക്രിയേറ്റ് സീംലെസ് പാറ്റേൺ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. സോ ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് എ ആൻഡ് ഡി ആണ് ആൻസർ വരുന്നത്. സോ ലൈക്ക് ഇഫ് യു സീ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ അവര് റെഫറൻസ് ആയിട്ട് എക്സും വൈയും തന്നിട്ടുണ്ടല്ലോ. സോ എക്സും വൈയിലും നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് ഈ സീംലെസ് പാറ്റേൺ ഇപ്പൊ നിങ്ങൾക്ക് പോസിബിളി ഒരു കൺഫ്യൂഷൻ വരാം, എന്തുകൊണ്ടാണ് ലൈക്ക് അധികം എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ. ഇതിന്റെ ബേസിക് റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ സീംലെസ് പാറ്റേൺ വരാൻ ഒരു സംഭവം ഇന്റർലോക്ക് എങ്ങാനും ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. കാര്യം ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് അതിന്റെ ആ ഒരു ടോപ്പ് സർഫസും ഇപ്പൊ എന്റെ ടോപ്പ് സർഫസ് വന്നു എന്ന് വിചാരിച്ചോ, ഇറ്റ് ഫിറ്റ്സ് പ്രോപ്പർലി ടു എന്റെ ബോട്ടം സർഫസ്. ദാറ്റ് ഗോസ് വേ. ഇപ്പോൾ ഡി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള രണ്ട് figures actually protruding ones, right? Those fits exactly to the bottom of the D surface അല്ലേ. സോ അതിനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അത് ലൈക്ക് ഏത് ഡയറക്ഷനിൽ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഓറിയന്റ് ചെയ്തിട്ട് അതിൽ ഇന്റർലോക്ക് ആയി പോകും. സോ പക്ഷെ ബിയും സിയും ദാറ്റ് ഡസൻ ഹാപ്പൻ എനിവേസ്. നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ ഓറിയന്റ് ചെയ്തിട്ട് അതൊന്ന് ഇന്റർലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഇറ്റ് ഡസൻ ഗോ വെൽ. പക്ഷെ എക്കും ബിക്കും ഒരു പോസിബിൾ സൊല്യൂഷൻ, എക്കും ഡിക്കും ഒരു പോസിബിൾ സൊല്യൂഷൻ അങ്ങനെ വരുന്നുണ്ട്. ദാറ്റ്സ് വൈ ദ ആൻസേഴ്സ് ആർ എ ആൻഡ് ഡി. I hope it's clear. We are going on to next question. A painted solid is shown from two different directions. Which of the options can be same solid seen from another direction? Okay. So നിങ്ങൾ ഇതിൽ ബേസിക്കലി ഒന്നും വരുന്നില്ല. Like just plainly just look at the figure. ഓരോ സൈഡ് വ്യൂ ഒന്നും ലൈക്ക് ഇഫ് യു ഓരോ ഡയറക്ഷനും എങ്ങനെ നിങ്ങളുടെ ഓർത്തോഗ്രാഫിക് ഇമാജിനിങ് എബിലിറ്റി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ഡിഫറെന്റ് സൈഡ്സ്, യു വിൽ ഗെറ്റ് ദ ആൻസർ. ദ ആൻസേഴ്സ് ആർ ബി, സി ആൻഡ് ഡി. വി ആർ ഗോയിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ വിച്ച് ഓഫ് ദ ഓപ്ഷൻസ് വിൽ ഫോം എ നോട്ട് വെൻ ബോത്ത് ദ എൻഡ്സ് ആർ പുൾഡ് ടുവേർഡ്സ്? സോ ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ സി എന്ന് പറയുന്നത് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ what happens it is C just gets stretched അല്ലേ. at the same time അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒരു ത്രെഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇഫ് യു ലുക്ക് അറ്റ് എ നോക്കിക്കഴിഞ്ഞാൽ അതിലെ പോസിബിളി നോട്ട് ഗോസ് ലൈക്ക് ഉള്ളിക്കൂടെ പോകുന്നുണ്ട് അല്ലേ. പക്ഷെ അത് വലിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് അതിലെ മുകളിലെ ബാൻഡിൽ നിന്ന് ഈ പോസിബിൾ ആയിട്ടുള്ള ഈ ഒരു റെഡ് പോർഷൻ റൈറ്റ് ദിസ് വിൽ ഗോ beneath this എന്നിട്ട് പുറത്തോട്ട് വരും, സ്ട്രെയിറ്റ് ലൈൻ ആവും. ദാറ്റ് ഗോസ് വിത്ത് ദ സെയിം വൺ. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ലൈക്ക് ഇറ്റ് ജസ്റ്റ് അഗെയിൻ ഫോംസ് എ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ വെൻ യു കൺസിഡർ ബി ആൻഡ് ഡി വാട്ട് ഹാപ്പൻസ് ഇത് ഇന്റർലോക്കിംഗ് ആണ്. ഇത് ഒരു ലൈക്ക് പോസിബിളി എന്താണ് ലൈക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ബി ഒക്കെ ചെയ്ത് ലൈക്ക് ഇഫ് യു പുൾ ബി പോസിബിളി ഇങ്ങനെ ഒരു നോഡായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. So I hope you can imagine it. That goes same with D. So possibly B and D ആണ് രണ്ട് solutions വരുന്നത്. Next question being figure P can be created by tilting four identical pieces. The pieces should not overlap with the thing. Which one of the pieces shown in the options can be used to create the figure P? Assuming you can rotate and flip them. So ഇത് basically it's like playing ഒരു jigsaw puzzle പോലെയാണ്. So എങ്ങനെയാണ് possibly വെക്കാന്നുള്ളത്. So just sketch and see. You will get answer A and B. Okay. Going on to next question. Shown below is an isometric view of a cuboidal glass container of size 2 by 2 by 3 units. It contains a solid wooden box and some water.
when tilted, which of the options will be the side view of the glass container? So നിങ്ങളുടെ ആ ഒരു വിഷ്വലൈസിങ് എബിലിറ്റി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. നിങ്ങളുടെ അനലൈസിങ് ഓഫ് എ വോള്യൂം കാര്യങ്ങളും സ്പേഷ്യൽ ഇമാജിനേഷൻ എബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് ഹൈലൈറ്റ് ആക്കുന്നത്. സോ ലൈക്ക് ട്രൈ ഇമാജിൻ ലൈക്ക് ദിസ് ടു ബി എ ഗ്ലാസ് കണ്ടെയ്നർ ഫിൽഡ് വിത്ത് വാട്ടർ. ഇത് ടിൽറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പോസിബിൾ ഷേപ്പ് എങ്ങനെയാണ് വരിക? സോ ലൈക്ക് നിങ്ങൾ എങ്ങനെയാണ് നോക്കേണ്ടത്? ഇപ്പൊ ലൈക്ക് ഒരു ഇഫ് സേ ലൈക്ക് നമ്മൾ ഇതിനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു പോളിഗൺ ആയിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ. ആ വാട്ടർ ഇസ് ആക്ച്വലി ചേഞ്ചിങ് ഷേപ്സ് അക്കോർഡിംഗ് ടു ടിൽറ്റിംഗ് അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു വെർട്ടിക്കൽ ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഹൊറിസോണ്ടൽ ലെങ്ത് ഇൻക്രീസ് ആവും അല്ലെ? ആ ഒരു വോള്യൂം, ബിക്കോസ് വോള്യൂം നെവർ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഷേപ്പ് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. ആൻഡ് പോസിബിളി ദ ആൻസേഴ്സ് ആർ എ ആൻഡ് സി. I hope it's clear. Try imagining it. Now we are going on to next question. Four solid pieces P, Q, R and S are arranged to form a cube. Which of the cubes shown in the options is are not possible? എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. So try making P, Q, R, S വെച്ചിട്ട് like try making different cubes. എന്നിട്ട് ലൈക്ക് ഓരോ സൈഡ്സും എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ലൈക്ക് യു ഹാവ് എ പ്രോപ്പർ ഐഡിയ ഓഫ് ദ പൊസിഷൻ ഓഫ് ദ കളേഴ്സ്. ആൻഡ് പോസിബിളി ഇതില് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ആ ഒരു പൊസിഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ പി ക്യു ആർ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്സ് ഏതിലാണോ തെറ്റുന്നത്, ലൈക്ക് ദാറ്റ്സ് അങ്ങനെ തെറ്റുന്നത്, അത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ലൈക്ക് യു വിൽ ഗെറ്റ് യുവർ ആൻസർ ഈസിലി. സോ ദ ആൻസർ ഇസ് ബി ആൻഡ് ഡി റെസ്പെക്റ്റീവ്ലി. ഐ ഹോപ്പ് the question is clear. I mean the solution is clear. We are going on to next question. A contractor has a set of ceramic tiles of which one tile is shown on the left. Okay, നമുക്ക് തന്നിട്ടുണ്ട്. Which of the options in the pattern are created using this tile എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Again നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു തിങ്കിങ് എബിലിറ്റിനെയും കളറിനെയും കാര്യങ്ങളുടെയും ലൈക്ക് ഒരു വിഷ്വലൈസേഷൻ, അതിന്റെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ലൈക്ക് അത് ബേസിക്കലി ഇത് റൊട്ടേറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലെ? ലൈക്ക് ഇറ്റ് ക്യാൻ ബി ഇറ്റ് ഇസ് റൊട്ടേറ്റഡ് അറ്റ് ഇറ്റ്സ് 4 കാർഡിനൽ പൊസിഷൻസ്, അതായത് 90 ഡിഗ്രി 180 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി റൊട്ടേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ആ ഓരോ റൊട്ടേഷൻസിലും അതിന്റെ വരുന്ന പാറ്റേൺ മാറിയിട്ട് അതിന്റെ പോസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ടിങ് ഒരു ക്യുമുലേറ്റഡ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതിന്റെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. So our answers are A and B. I hope it was clear. We are going on to next question. Which of the options can be made using all the 4 pieces as shown in the row? Flipping the pieces is allowed. Flipping of the pieces are allowed എന്ന് പറയുന്നത് ഒരു like that's a ground rule. സോ ഇതിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലൈക്ക് ഇഫ് യു സേ ട്രൈ നെയിമിങ് ഈ 4 പാർട്സിനെ 1 2 3 4 ആൻഡ് ലൈക്ക് ഡ്രോ ദ ഔട്ടർ ഷേപ്പ്, ട്രൈ ഡ്രോയിങ് ഇറ്റ് ഇൻസൈഡ്. പോസിബിളി ഏതിലൊക്കെയാണ് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. ആക്ച്വലി വി ഹാവ് എ ലോട്ട് ഓഫ് ആൻഡ്രോയിഡ് ഗെയിംസ് അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനത്തെ പേപ്പർ റാമ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൻഡ്രോയിഡ് കാര്യങ്ങൾ ഗെയിംസ് എല്ലാം വരുന്നുണ്ട്. ലൈക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ഇറ്റ്സ് അഗെയിൻ നിങ്ങളുടെ ഒരു സ്പേഷ്യൽ തിങ്കിങ് എബിലിറ്റി കാര്യങ്ങളാണ് ഇതിനെ ഹൈലൈറ്റ് ആക്കുന്നത്. ഓക്കെ, വി ആർ ഗോയിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A puzzle board can be covered completely using a puzzle pieces, 6 of which are shown below. Which of the pieces in the options can be used along the 6 pieces cover board completely? Flipping and rotating of the pieces is allowed. Overlapping of the pieces is not allowed. അതാണ് നമ്മുടെ ഗ്രൗണ്ട് റൂൾസ് വരുന്നത്. ഇതിൽ ലൈക്ക് എങ്ങനെയാണ് നമുക്കിത് ലൈക്ക് ഹൗ ക്യാൻ വി fill the puzzle again? Try sketching it out each parts and you will get a possible solution as A and D. It's kind of very direct question. I don't think it needs an explanation. We are just going on to next question.